തിരുവനായ കേസിൽ മേനകാ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. മേനകാ ഗാന്ധി കോടതിയലക്ഷ്യം നടത്തുകയാണ്. മൃഗസ്നേഹിയും കേന്ദ്രമന്ത്രിയുമായിരുന്നിട്ടും തിരുവനായ പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്തെന്നും കോടതിയുടെ ചോദ്യം. അച്യുതൻ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്താണ് കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്ന ഇടപെടൽ? അച്യുതൻ. ഉന്മേഷ്, തെരുവനായ പ്രശ്നത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ്. അതിനിടയിലാണ് മേനകാ ഗാന്ധിയുടെ അഭിഭാഷകൻ ഹാജരാവുകയും തുടർന്ന് ഈ വിഷയത്തിൽ ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തത്. ആ വേളയിലാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിമർശനം മേനകാ ഗാന്ധിക്കെതിരെ നടത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് മൃഗസ്നേഹിയും കേന്ദ്രമന്ത്രിയുമായിരുന്നിട്ട് ഈ പ്രശ്ന പരിഹാരത്തിനായി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വ്യക്തമാക്കണം എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മേനകാ ഗാന്ധി പറയുന്നതെന്നും കോടതി ചോദിക്കുന്നു. മേനകാ ഗാന്ധി കോടതിയലക്ഷ്യം നടത്തുകയാണ്, കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കാത്തത് മഹാമനസ്കത എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കേസിൽ വാദം തുടരുന്നതിനിടെയാണ് മേനകാ ഗാന്ധിക്ക് ഇത്തരമൊരു വിമർശനം സുപ്രീം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഉന്മേഷ്, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.